Hello guys, welcome to Cash Folder Movie Review channel. ഇന്ന് പറയാൻ പോകുന്നത് ഇന്നലെ റിവ്യൂ ആണ്. ഇതിൽ മിന്നിങ്ങളുടെ ചെയ്യാൻ പറ്റി പറയാൻ സ്ഥലങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് മിന്നാന്ന് റിവ്യൂ ആണ്. ഫസ്റ്റ് നായകൻ സന്ദീപ് ഷാൻസൺ, ലാവണ്യ ത്രിപാഠി, ജാക്കി ഷ്രോഫ്, ഡാനിയൽ ബാലാജി, ബച്ചർ ദീന, ജയപ്രകാശ്. ഇവരൊക്കെയാണ് സിനിമ കാണിച്ചിരിക്കുന്നത്. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എബവ് ആവറേജ് ആണ് എനിക്ക് പറയാനുള്ളത്. സന്ദീപ് ഷാൻ്റെ അഭിനയം പോലീസ് ഓഫീസർ ഇൻ ദിസ് മൂവി. പിന്നെ ലാവണ്യ ത്രിപാഠി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൈക്കാട്രിസ്റ്റാണ് ചെയ്യുന്നത്. ട്രാക്ക് ഓഫ് അവസാനം ഒരു 25 മിനിറ്റ് കാണാൻ മേജറായിട്ടാണ്. പിന്നെ ജയൽ ബാലാജി മോട്ടിവേഷണൽ സ്പീക്കർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തൊരു പിന്നെ ബോധമുട്ടിയ ഒരു ട്രെയിനറായിട്ടാണ് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ജയപ്രകാശിൻ്റെ മുഖ്യമായിട്ടുള്ളൊരു കഥാപാത്രമാണ് ജിമാഷ്. പക്ഷേ ലീഡറോടൊന്നും കാണാൻ പറ്റുന്ന സപ്പോർട്ടിംഗ് ആക്ടറാണ്. ബട്ട് ലീഡറോടെ എനിക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രമാദ് പറഞ്ഞ ആക്ടറുണ്ട്. ആ ഒരു ആക്ടറാണ് വില്ലനായിട്ട് വന്നിരിക്കുന്നത്. അയാൾ ഒരു ഇൻവെൻഷൻ ഒരു പ്രവർത്തനം കണ്ടുപിടിക്കും. അതിൽ ഇയാളിപ്പോൾ ചത്തും നമ്മൾ അതിൻ്റെ ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ചത്ത് ആ ഇൻവെൻഷൻ അപ്പം നമുക്ക് പെൻഷനാണ് ചത്ത്. അപ്പോൾ നമുക്ക് വേറെ അടുത്ത് നമ്മുടെ ആത്മാവ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിൽ 1000 വർഷം വരെ ജന്മമുണ്ടാകും. സ്ത്രീകളില്ല, ഒരാവശ്യമില്ല. നമ്മൾ പറയാൻ കൺട്രോൾ ചെയ്യും. അത് കാരണം അത് രണ്ടാക്കുന്നുണ്ട്. ഒരു ബച്ചറടീനയുടെ ആത്മാവിൽ വന്നിട്ട് ഒരാൾ വരുന്നു. എന്നിട്ട് അയാളെന്ത് സന്ദീപിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഇയാൾ 3 മാസം പോകുമ്പോൾ സന്ദീപ് വലിക്കുമ്പോൾ ഒരു വരെയാണ്. അതിൽ ഒരു വെള്ളിൻ്റെ കഥ. ആ വരിയിൽ ആത്മഹത്യ. പിന്നെ ഇയാൾക്ക് ഈ ഇതെല്ലാം ലിസ്റ്റ് നോക്കിയിട്ട് വേറെ വലിയ കാലത്തിൽ കയറിയിട്ട് എരിവല് വിടാനെന്ന് പറഞ്ഞാടാ സന്ദേശം പറഞ്ഞാടാ രാണി എനിക്കാവും. രാണി ആകർഷണത്തിൻ്റെ അടുത്ത് കയറും. എന്താണ് വലുത് ഈ ഇന്ത്യ ലക്ഷ്യത്തിലുണ്ട്. വീട്ടിൽ കടത്തും. ഇതാണ് ശരിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സിനിമയുടെ അവസാനം ജാക്കി ഷ്രോഫ് മരിച്ചിരുന്നെങ്കിൽ ആളുള്ളത് അറിയാം. അതുകൊണ്ട് എന്തായാലും നമ്മൾ ആവേശമുണ്ട്. സെക്കൻഡ് പാർട്ടുണ്ട്. അതിൽ നമ്മുടെ നിയമത്തിന് ഉപയോഗിച്ചാണ് സിനിമ കൊണ്ടുവന്നിരിക്കുന്നത് വരുന്നത്. ഉപയോഗിച്ചുണ്ട് കത്തിക്ക് ശേഷം ഞാൻ കണ്ടതില്ല. അതിൻ്റെ പേര് സാഹോലാണ് ഉണ്ടായത്. പോലീസ് ഓഫീസറായിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഒരു വെള്ളം കുടിക്കാൻ പോലീസ് സെക്രട്ടറിയാണ്. ഇനി പറയാൻ എത്ര എനിക്കാണെന്ന് വെച്ചാൽ പട്ടിന് പട്ടില്ല. ഞാനിനി നിങ്ങളുടെ രണ്ടാമത്തെ തുടങ്ങുന്നത് കൗസല്യാക്ഷരത്തിൽ
സിനിമ ഇറ്റ്സ് എ റീമേക്ക് ഓഫ് കാന എന്ന സിനിമയുടെ റീമേക്കാണ്. ഈ സിനിമ അഭിനയിച്ചിരിക്കുന്നത് സിനിമയുടെ അംശങ്ങൾ താല്പര്യം കൂറുകയാണ് ചെയ്തത്. പിന്നെ കനയിലുള്ള ശരിക്കും ശിവാർത്തിൻ്റെ നാട്ടിലുണ്ട്. സത്യരാജന് തിരുവനന്തപുരം എന്ന് പറഞ്ഞതാണ്. ദർശൻ്റെ ചെയ്തിരിക്കുന്നത് കാർത്തിക് രാജു എന്ന് പറയുന്ന ഒരാളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിശാന്തിന് കോമഡിയാണ്. അയാളൊരു ഇൻസ്പെക്ടറായിട്ടാണ് ആ റോളിൽ ചെയ്തിരിക്കുന്നത് എന്നെ പക്ഷേ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല ചെയ്തിട്ടുണ്ട്. പടം ഒറിജിനലിനായിട്ടും ഒറിജിനലിനെ വിടുന്ന സിനിമ ഒരിക്കലും പറയില്ല. പിന്നെ കൊള്ളാം മാത്രമല്ല അല്ല അടുത്തെത്തിയിട്ടുണ്ട്. അതേപോലെ ജീവിച്ചുകൊണ്ട് എല്ലാ സെൻസും അതിൽ നിന്ന് എടുത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒറിജിനലിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്കത് സന്തോഷമുണ്ട്. ഡയറക്റ്റ് എനിക്ക് നോക്കി കേട്ടോ. ചൈനീസിനെ കുറിച്ച് പറയാനുള്ളത് അടിപൊളിയാണ്. പിന്നെ ഇന്നലെ കണ്ട രണ്ട് പടമാണ് വില്ലൻ ഇറ്റ്സ് എ കന്നഡ മൂവി എന്ന് പറയുന്നത് ബ്രെയിൻ എസ് പറഞ്ഞ ഒരാളാണ് സിനിമ ഇറക്കിയിരിക്കുന്നത്. ഈ പടത്തെ ഒന്നിച്ചിരുന്ന കിച്ച, സുദീപ, ശിവരാജ് കുമാർ, ആമി ജാക്സൺ, ശരണ്യ ബൽവനൻ, ശ്രീകാന്ത് മേഘ, മിഥുൻ ചക്രവർത്തി ഒക്കെയാണ് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ പടത്തിൽ അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് ചെറിയ വരുന്നുണ്ട്. പടം കൊള്ളാം, പക്ഷെ സാധാ ഒരു സ്റ്റോറിയാണ്. ചില കന്നഡയിലൊക്കെ കാണുന്ന ടൈപ്പ് സ്റ്റോറീസാണ് സിനിമ സ്റ്റോറി എന്ന് കാണിച്ചത്. വിജാസുദീപ് ശരിയാണ്. അപ്പോൾ ജനങ്ങളുടെ കൂടെ ഒരു അച്ഛനെങ്കിലും മരിച്ചു ടെസ്റ്റ് ഉണ്ട് പറയാൻ മരിച്ചെന്നായിരിക്കും. അപ്പോൾ ഇയാൾ അവൻ പറഞ്ഞ മനുഷ്യനാണ് എന്നൊക്കെ പറയാൻ നടന്നു ഇയാൾ നാടകത്തിൽ വെള്ളപ്പം. പക്ഷേ ശരത്ത് ലോത്സവയാണ് ആറോടെ വരുന്നത്. ഇതിൻ്റെ ആണ് ഞാൻ ഇതായാലും ഗാങ്സ്റ്റർ ശ്രീകാന്ത് മേഘയുള്ളൂ. എന്നിട്ട് ശ്രീകാന്ത് മേഘയാണെങ്കിൽ എന്നെ കൊല്ലാൻ ഗീച്ചാസുദീപാണ്. ഗീച്ചാസുദീപ് അവനെ വന്ന് അവനെ പോകാൻ പറ്റുമല്ലോ. പക്ഷെ അവൻ ചാവില്ല. ആസിഡ് മുഖത്ത് തെറിച്ചുകൊണ്ടിരിക്കുകയാണ് അവസ്ഥ. മുഖം ആസിഡ് മുഖം തെറിച്ച് നമ്മുടെ മുഖം എങ്ങനെയാണോ അതേ വലുതാണ് അങ്ങനത്തെ ഒരു അവസ്ഥ. കത്തി കിടക്കണമെന്ന് മനസ്സിലാവില്ല. കത്തി കിടക്കണമെന്നേ തോന്നില്ല. അങ്ങനത്തെ രീതി അങ്ങനെയാണ് ശ്രീകാന്ത് വില്ലനാണ്. ശിവരാജ് കുമാർ എന്നിട്ട് ശിവരാജ് കുമാർ അതിനകത്തിനായിരിക്കും നമ്മളെ തേടിയ എന്നെയും ഓൺലൈനും വിളിക്കുന്നതാണ്. കാരണം ഇയാളുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് അവൻ്റെ ഇത് മാറിയത്. പിന്നെ കിച്ചസുദീപ് എന്നെ തേടി നടക്കും ശിവരാജ് കുമാർ. എന്നിട്ട് കിച്ചസുദീപ് നല്ലതാക്കി ഒന്ന് ശിവരാജ് കുമാറിൻ്റെ സിനിമയിലാണ്. പിന്നെ ആമി ജാക്സൺ നായികയാണ്. കിച്ചസുദീപ് മാത്രം നായികയും ശിവരാജ് കുമാറിനില്ല. രജികുമാർ ശശി നായികയുണ്ട് വിചാരിച്ച് വന്നതാണെന്ന് തോന്നുന്നു. കളിക്കും അതിനൊന്നും അവരുടെ ഒരു എനിക്കും പാലിച്ചുണ്ടാകാം. സിനിമ എനിക്കല്ല ഇഷ്ടപ്പെട്ടു. സിനിമ ഇത് ഏത് ഇതിലും നോക്കിയില്ല കേട്ടോ, സോറി. മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇനിയൊരു പടത്തിൻ്റെ കൂടെ റിവ്യൂ ഉണ്ട്. ഇന്നലെ അവസാനം 12th എന്നൊരു ഉണ്ട് കേട്ടോ. 12th ഫെയിൽ വിക്രാന്ത് മാസി മേധ
ശങ്കർ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ചില സമയം ചിലപ്പോൾ ഇതൊരു ആകാശവാണി പോയെന്ന് വരും. ചിലപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ ബിക്കോസ് ദിസ് ഈസ് എ ബയോപിക് അതുകൊണ്ടാണ് ആൾക്കാർ പറഞ്ഞത് ബയോപിക്കാണ് ഇതൊരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് നോക്കിയിരുന്നു. എന്തോ മനോജ് കുമാർ IPS കുമാറാണ് വേറെന്തിലാണ് മനോജ് IPS ആണ്. ഇതാണ് പോലീസുകാരൻ്റെ ഒരു കഥയാണ്. ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് പടത്തിൽ വിക്രം സിംഗ് നായികയായിട്ട് വരുന്ന ഫസ്റ്റ് പടമാണ് സിനിമ. നായികയായിട്ട് ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട്. അതിനൊരു ഗുഡ് പറയുന്നു. അല്ല ഗുഡ് കൺഗ്രാജുലേഷൻസ്. ഈ പടത്തിൽ ഇത്രയും നാട്ടിലുള്ള ഈ പടത്തിൽ ഇങ്ങനത്തെ ഒരു നടുക്കി അഭിനയിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നായികയ്ക്ക് ഒരു ഹാൻഡ്സ് ഓഫ്. പിന്നെ വിക്രാന്ത് മാസിക്ക് ഒരു സല്യൂട്ട്. കാരണം വിക്രാന്ത് മാസി എന്ന് പറയുന്ന ഒരു നടൻ കണ്ടിരിക്കുന്നത് മുംബൈക്കർ അങ്ങനെയൊന്നുമില്ല. മാനഗരൻ എന്ന ലോകേഷിൻ്റെ ആദ്യത്തെ പടത്തിൻ്റെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്കാണിത്. സന്തോഷ് ശിവൻ്റെ ആദ്യത്തെ പടം. വിജയ് സേതുപതി പ്രധാന വേഷത്തിലുണ്ട്. പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടായിരുന്നു പടത്തിൽ. ആ പടം കൊള്ളായിരുന്നു. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ജിയോ സിനിമ ഞങ്ങളുടെ ടെലിഗ്രാമിൽ നടത്തി. ആൻഡ് ഇറ്റ്സ് എ ജിയോ സിനിമ റിലീസ് ഡേ. തിയേറ്ററിലർക്ക് ആയിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ പടങ്ങളെയാണ് കണ്ടു നോക്കണം. അതൊക്കെ പടമുണ്ടെന്ന് നോക്കണം. നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഗുഡ് മൂവി. പിന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ട്രെയിലറോ ടീച്ചറോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ലുക്ക് കണ്ട് എൻ്റെ സന്തോഷത്തിൽ ഈ സിനിമ കണ്ടേക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ കണ്ടു. പിന്നെ ഈ സിനിമ ഏത് എന്നാ റിലീസ് ചെയ്തൊന്നുമില്ല, എന്നാന്ന് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് 2023 റിലീസിനെ ഗുണം പറയാൻ പക്ഷേ എന്നും ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്നോട് ചോദിക്കാൻ വരരുത്. ഈ 4 പടങ്ങളും അടിപൊളിയായിട്ട് നിർത്തിയിരിക്കുമ്പോൾ സൗണ്ടായിരുന്നു. എന്തോ വിനോദ ചോട്ടെ എന്തിനാണ് ആരോ ആണ് നീയാറോടെ. എന്തായാലും ഈ 4 പടങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുകയും ഇതിനായിട്ട് നിങ്ങളുടെ ചാനൽ 8 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. എല്ലാവരും ഈ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്ലീസ് ഒന്ന് ചെയ്തേക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കുന്നത്. ഇനി അടുത്ത വീഡിയോ സന്ധിക്കും വരെ ബൈ ബൈ ഡെൽറ്റ എസ്കസ് പിഷ്കം.